രാവിലെ ഈ ഒരു പൂവിൻ്റെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ അത് പോകെ പോകെ ഒരു മിനി ബ്ലോഗായിട്ട് മാറി. രാവിലെ നമുക്ക് ഇന്നിവിടെ കഴിക്കാനായിട്ട് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നേ. ചില സ്ഥലത്ത് ഇതിനെ നൂലപ്പം നൂൽപുട്ടെന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണേൽ പാളയംകോടൻ പഴം ഉണക്കാൻ വെച്ചേക്കുന്നതാണേ. സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു വലിയ കൊല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാളയംകോടനായ കാരണം വലിയ താല്പര്യമൊന്നും ഇല്ലാർക്കും. അത് കാരണം ഇങ്ങനെ ഉണക്കിയൊക്കെ എടുത്തേക്കുന്നതാണേ. പിന്നെ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ കുറച്ച് മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ അടുത്തൊരു കൊച്ച് അവളുടെ ജിറാഫിൻ്റെ വണ്ടി കൊണ്ട് കാണിക്കുവാണേ. പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ ഇലയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ താളി ഉണ്ടാക്കാൻ. ഞങ്ങളുടെ ഇവിടുത്തെ ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും മണ്ടയ്ക്കാണ് കേട്ടോ ഉണ്ടാകുന്നത്. കാരണം തോട്ടിയൊന്നും ഇല്ലാണ്ട് പറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഇന്നിവിടെ കരിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കരിച്ചു പിന്നെ അതിൻ്റെ അകത്തുള്ള തേങ്ങാപ്പൂളില്ലേ അത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുമായിരുന്നു. എനിക്ക് നല്ല ലൈറ്റായിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷെ അത് ഞാൻ കഴിച്ചു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ചോറ് കഴിച്ചേ. വിത്ത് രാവിലെ പറിച്ച മുരിങ്ങയ്ക്കാൻ മാങ്ങ ഇട്ടിട്ടൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ കക്കയിറച്ചി ഉണ്ടായിരുന്നേ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ താളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയേ. ഈ താളി രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മോളാണ്. ചേച്ചി ഞാനും കൂടി ആയിരിക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത് കുഞ്ഞിലെ. എനിക്ക് താളിയൊക്കെ ഇട്ട് കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും ഇതിട്ട് കുളിച്ചിട്ട് ഇറങ്ങുമ്പം. തലയൊക്കെ തണുപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബോഡിയും കൂടി ഒന്ന് തണുപ്പിച്ചേക്കാന്ന് ഓർത്തിട്ട് ഞാനൊരു മൊഹബത്ത് കാ ശർബത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.